ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് സദ്യയ്ക്കൊക്കെ വിളമ്പുന്ന ഒരു പച്ചടിയുടെ റെസിപ്പിയാണ് ബീട്രൂട്ട് പച്ചടി. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ബീട്രൂട്ട് പച്ചടി എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടതെന്ന് നോക്കാം. ആദ്യം ഇതിനാവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാനിവിടെ ഒരു 3/4 കപ്പ് ബീട്രൂട്ട് ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതായത് ഒരു മീഡിയം സൈസ് ബീട്രൂട്ടിൻ്റെ ഏകദേശം ഒരു 3/4 പോർഷൻ എടുത്തിട്ടുണ്ട്. ഇനി ഒരു 3/4 കപ്പ് തൈര്, 1/2 കപ്പ് തേങ്ങ, ബീട്രൂട്ട് കുക്ക് ചെയ്യാൻ ആവശ്യത്തിന് വെള്ളം, 2 പച്ചമുളക്, ഒരു ചെറിയ കഷ്ണം ചെറിയ ഉള്ളി, ആവശ്യത്തിന് ഉപ്പ്, 1/2 ടീസ്പൂൺ ജീരകം, 1/4 ടീസ്പൂൺ കടുക്. ഇനി താളിക്കാൻ വേണ്ടിയിട്ട് എണ്ണ, കടുക്, കറിവേപ്പില, വറ്റൽമുളക്. ആദ്യം നമുക്ക് തേങ്ങയുടെ പേസ്റ്റ് റെഡിയാക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു മിക്സിയുടെ ജാർ എടുത്ത് അതിലോട്ട് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള തേങ്ങ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ കൂടെ തന്നെ പച്ചമുളക്, ഒരു ചെറിയ ഉള്ളി, ജീരകം, കടുക്, ഇത് 4 കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം അല്പം വെള്ളം കൂടി ഒഴിച്ച് നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുക്കണം. ഞാനിപ്പോൾ നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ആദ്യം നമുക്ക് ഈ ബീട്രൂട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. അതിനുവേണ്ടി ഒരു പാനിലോട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ബീട്രൂട്ടും പിന്നെ 1 കപ്പ് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം. വെള്ളം എക്സ്ട്രാ ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് പിന്നീട് വീണ്ടും ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലോട്ട് അല്പം ഉപ്പും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിതിനെ അടച്ച് വെച്ച് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കാം. ബീട്രൂട്ട് ഇപ്പോൾ നന്നായിട്ട് കുക്കായിട്ടുണ്ട്. ഇനി നമുക്ക് തണുക്കാൻ വയ്ക്കാം. തണുത്തതിന് ശേഷം ഇതൊരു മിക്സിയുടെ ജാറിലോട്ടിട്ട് ഒരുപാട് പേസ്റ്റ് പോലെ അരയ്ക്കാതെ തരിതരിപ്പോട് കൂടി നമുക്കിതൊന്ന് അരച്ചെടുക്കാം. ഞാനിപ്പോൾ അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ഒരുപാട് പേസ്റ്റ് പോലെ അല്ലാതെ ഇതുപോലെയാണ് നമ്മൾ അരച്ചെടുക്കേണ്ടത്. ഇനി നമുക്ക് പച്ചടി ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനുവേണ്ടി നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള ബീട്രൂട്ട് ഒരു പാനിലോട്ട് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ മിക്സിയുടെ ജാറിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് അതും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള തേങ്ങയുടെ പേസ്റ്റും കൂടി ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ തേങ്ങയുടെ പേസ്റ്റൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഈ തേങ്ങയുടെ പച്ച സ്മെല്ലൊക്കെ ഒന്ന് മാറുന്നവരെ നന്നായിട്ടൊന്ന് സോട്ട് ചെയ്യാം. അവസാനം നമ്മളിതിലോട്ട് തൈര് ചേർക്കുന്നത് കൊണ്ട് തേങ്ങയും ബീട്രൂട്ടും കൂടിയുള്ള ഈ ഒരു പേസ്റ്റ് തിക്കായിട്ട് തന്നെ ഇരിക്കണം. വേണമെങ്കിൽ നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്ത് ആ വെള്ളം ഒന്ന് വറ്റുന്നവരെ നമുക്ക് വഴറ്റാം. ഇനി നമുക്കിതിലോട്ട് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഇത് ചെറുതായിട്ടൊന്ന് തിളച്ച് തേങ്ങയുടെ പച്ച സ്മെല്ലൊക്കെ നന്നായിട്ട് മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. ഇനി ഒരു 2 മിനിറ്റ് കഴിഞ്ഞത് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള തൈരും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്നുകൂടി മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലെ ഉപ്പും പുളിയൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാം. തൈരൊക്കെ ഒഴിക്കുമ്പോൾ ഇതൊട്ടും തന്നെ ലൂസാവാൻ പാടില്ല, തിക്കായിട്ട് തന്നെ ഇരിക്കണം. അപ്പോൾ തിക്നെസ് കുറയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആദ്യം ബീട്രൂട്ടും തേങ്ങയൊക്കെ വഴറ്റുമ്പോൾ വെള്ളമൊക്കെ വറ്റിച്ചെടുക്കുന്നത്. ഞാനിതിലേക്ക് ഒരല്പം ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലെ ഉപ്പും പുളിയൊക്കെ ഇപ്പോൾ കറക്റ്റായിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് താളിച്ചൊഴിക്കണം. അതിനുവേണ്ടി ഒരു പാനിലോട്ട് എണ്ണ ഒഴിച്ചതിന് ശേഷം എണ്ണയൊന്ന് ചൂടായതും കടുകിട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് വറ്റൽമുളകും കറിവേപ്പിലയും ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിതെടുത്ത് ബീട്രൂട്ട് പച്ചടിയിലോട്ട് ഒഴിക്കാം. ഇപ്പോൾ നമ്മുടെ അടിപൊളി ബീട്രൂട്ട് പച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. കുഞ്ഞുങ്ങൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്നൊരു റെസിപ്പിയാണിത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് തീർച്ചയായിട്ടും ട്രൈ ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക. താങ്ക് യു. മറ്റൊരു അടിപൊളി റെസിപ്പിയുമായിട്ട് വീണ്ടും കാണുന്നതുവരെ ടാറ്റാ, ബൈ ബൈ.